ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ സ്വന്തം മകളുടെ ജീവിതം നശിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, 50 ലക്ഷം രൂപയും 5 കോടി രൂപയൊക്കെ കിട്ടിയാൽ മതിയെന്നുള്ളൊരു സന്തോഷത്തിൽ, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലാണ് അച്ഛനും അമ്മയും. അവർ രണ്ടുപേരും കൂടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊത്ത് തുള്ളാനായിട്ട് രാധികയും. എന്തായാലും ഗീതു ഒപ്പിട്ട് കൊടുത്തതാണെന്നുള്ള വിശ്വാസത്തിൽ 50 ലക്ഷം രൂപ നിന്ന നിപ്പിൽ ഈ പറയുന്ന അച്ഛനും അമ്മയ്ക്കും കൊടുത്തതിന് ശേഷം രാധിക ഹാപ്പി ആയിട്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് അജാസിൻ്റെ കോള് വരുന്നത്. അജാസിൻ്റെ കോള് വന്നതോടുകൂടി ഗോവിന്ദ് മാധവ് എന്ന് പറയുന്ന ആ ഒരു വലിയ ആള് വെറും തുക്കട ഹോട്ടലിൽ പോയിരുന്നു, മറ്റു ബാറിൽ പോയിരുന്നൊക്കെ വെള്ളം അടിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ ഇവിടം വിട്ട് പുറത്തു പോയി അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് വേറൊരു ലക്ഷ്യവും കാണും, അതെന്താണെന്ന് അജാസ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അജാസ് പറഞ്ഞു, അതെ മേഡം പറഞ്ഞത് ശരി തന്നെയാണ്, അങ്ങനെ ഒരു ലക്ഷ്യം ഗോവിന്ദ് സാറിനുണ്ടായിരുന്നു. ഗോവിന്ദ് സാറ് കാണാൻ ഒരു വ്യക്തിക്ക്, ഗോവിന്ദ് സാറ് വേറൊരു വ്യക്തിയെ കാണാനായിട്ട് വന്നതാണെന്ന്. അപ്പോൾ ആരെയാണെന്ന് ചോദിച്ചപ്പോൾ വിജയലക്ഷ്മിയാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയി രാധിക. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ. എന്താ പറഞ്ഞത്? അവളെ കാണാനോ? അജാസ് നേരാണ് ഈ പറയുന്നത്? കൃത്യമായി അറിഞ്ഞിട്ടാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് മേഡം ഞാൻ ഈ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അജാസ് ഇങ്ങനെ പറയുക. അവളെ കാണാൻ അവൻ എന്തിനു പോയി, അവർ രണ്ടുപേരും നമ്മൾ എന്താ സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും എന്താ സംസാരിച്ചത് എന്നൊന്നും എനിക്കറിയില്ല സാർ, എന്നെ പുറത്ത് നിർത്തിയിട്ടാണ് അകത്തേക്ക് കയറിപ്പോയതെന്നും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ അജാസ് ഒരു കാരണവശാലും കണ്ണനെ അവിടെ നിർത്താൻ പാടില്ല, എത്രയും പെട്ടെന്ന് കണ്ണനെ കൂട്ടിക്കൊണ്ട് വരണം എന്നും പറഞ്ഞുകൊണ്ട് അമ്മ നിർബന്ധിച്ചു പറയാം. അപ്പം ഞാൻ ശ്രമിക്കാൻ മേഡമെന്ന് പറഞ്ഞപ്പോൾ ശ്രമിച്ചാൽ പോരെ, എത്രയും പെട്ടെന്ന് കണ്ണൻ ഇവിടെ ഈ തറവാട്ടിൽ എത്തിയിരിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ആ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴേക്കും വെറുതെ നടക്കുന്നത് പോലെ ടെൻഷൻ അടിച്ച് രാധിക നടക്കുമ്പോൾ മകൻ ചോദിച്ചു, എന്താ അമ്മയെ കാര്യം? അപ്പോൾ വിജയലക്ഷ്മിയെ കാണാനായിട്ട് മകൻ പോയത്, അതായത് വളർത്തുമകൻ പോയ കാര്യം സ്വന്തം മകനോട് പറയാം. അത് കേട്ടപ്പോൾ ഈ വിജയലക്ഷ്മിയെ ഏട്ടൻ കാണാൻ പോകുന്നത് കൊണ്ട് എന്താ പ്രശ്നം, അമ്മ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? അമ്മയോട് ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന്. അമ്മയ്ക്ക് ആ കാരണം ഒന്ന് പറഞ്ഞൂടെ എന്നും ചോദിച്ചുകൊണ്ട് മകൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴേക്കും വരുൺ എന്നും പറഞ്ഞൊരൊറ്റ വിളി. നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നീ ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, അതിൽ കൂടുതലൊന്നും നീ അറിയേണ്ട സമയമാകുമ്പോൾ ഞാനത് പറഞ്ഞോളാം എന്നും പറഞ്ഞ് അമ്മ മകനെ പേടിപ്പിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മകൻ ഓക്കെ എന്നുള്ള രീതിയിലായി. അപ്പം മകനും ആകെ ഞെട്ടിപ്പോയി അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. പക്ഷേ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യം മകന് വ്യക്തമായി മനസ്സിലായി കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗീതു പുറത്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഈ ഗോവിന്ദ് വന്നതിൻ്റെ കാര്യങ്ങളെല്ലാം ഗീതുവിനോട് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെയോ ചതികളെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം ഹിൻ്റായിട്ട് ആ മേഡത്തിന് കിട്ടിയല്ലോ. അപ്പോൾ ആ മേഡം അതെല്ലാം ഗീതുവിനോട് പറയാൻ വേണ്ടിയിട്ട് ഗീതുവിനെ വിളിക്കുക. ഗീതുവിനെ വിളിച്ചപ്പോൾ ഗീതു ആണെങ്കിൽ ലോകപൂസായിട്ടിരിക്കുന്ന സമയം, മയക്കുമരുന്ന് എന്തോരെന്ന് വെച്ചാൽ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലെവൽ തെറ്റിയിരിക്കുന്ന ഗീതുവിൻ്റെ ഫോണിലേക്കാണ് മേഡം വിളിക്കുന്നത്. മേഡം വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഫോൺ എടുത്തു. ഹലോ വെച്ചപ്പോൾ സംസാരത്തിലുള്ള കുഴച്ചിൽ, അതുപോലെ തന്നെ ആ മാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മേഡത്തിന് മനസ്സിലായി എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ മേഡം ഹലോ ഗീതു എന്ന് വിളിക്കുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ ബളബളാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഗീതു. അപ്പോൾ ഗീതുവിനെ രാധിക ചതിച്ചതാണെന്നുള്ള കാര്യം ആ വിജയലക്ഷ്മി മേഡത്തിന് മനസ്സിലായി. അപ്പോൾ ഗീതു ഇങ്ങനെ കിടന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ഒന്ന് നിർത്തുന്നുണ്ടോ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ മനസ്സുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മേഡം ഇങ്ങനെ ചോദിക്കുക. അപ്പോഴും ഗീതു ഇങ്ങനെ സബ്ജക്റ്റ് അല്ല മറ്റെന്തുമാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഗോവിന്ദേട്ടനോട് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. അപ്പോൾ ഗോവിന്ദേട്ടനോട് മാപ്പ് പറയണം, അതുപോലെ തന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ നിനക്ക് ആ രാധിക എന്ന് പറയുന്നവൾ എന്തോ മയക്കുമരുന്ന് കലർത്തി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ രാധികാമ്മ അങ്ങനെ ഒന്നും ചെയ്യില്ല, എൻ്റെ രാധികാമ്മ പാവം, എൻ്റെ രാധികാമ്മയ്ക്ക് എന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള പറച്ചിലും കാര്യങ്ങളും. അപ്പോൾ രാധികാമ്മയ്ക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കത് മനസ്സിലാകുന്നുണ്ടെന്നും പറഞ്ഞു. നിന്നെ അവൾ എന്തോ കെണിയിൽ പെടുത്തിയിരിക്കുകയാണ്, കെണിയിൽ പെടുത്താൻ പോവുകയാണ്, നിന്നെ ചതിക്കുകയാണ് എന്നുള്ള രീതിയിൽ തന്നെ അവർ സംസാരിച്ചു. പക്ഷേ ഗീതു അതൊന്നും മനസ്സിലാക്കുന്നില്ല, ഗീതുവിനും ബോധമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഗോവിന്ദേട്ടനോട് മാപ്പ് പറയണം, എൻ്റെ ഗോവിന്ദേട്ടൻ എവിടെയാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിൻ്റെ ഗോവിന്ദേട്ടനെ ഇപ്പം വരുന്നുണ്ട്, നിന്നേക്കാളും ഫോമിലാണ് അവൻ വരുന്നത്, അതുകൊണ്ട് നീ വേഗം മാപ്പ് പറഞ്ഞുകൊണ്ട് ഈ മേഡം ഇങ്ങനെ പറയണം. അപ്പം മേഡം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഗീതു ചുമ്മാ ഇരുന്ന് കരയുവാണ്.
ഗോവിന്ദേട്ടാ ഗോവിന്ദേട്ടാ എന്ന് വിളിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കണേ. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ അയ്യപ്പേട്ടൻ വരുന്നത്. അയ്യപ്പേട്ടൻ വന്നപ്പോൾ ഗീതുവിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടു. വന്നു കഴിഞ്ഞപ്പം ഗീതു കുഞ്ഞ് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗീതു ഇങ്ങനെ വായി തോന്നിയതെന്ന് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. എന്നെ ഉപേക്ഷിക്കാൻ പറഞ്ഞു പോവുകയാണ് എൻ്റെ ഗോവിന്ദേട്ടൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഗോവിന്ദ് അവൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും അതിൽ ചെറിയ ചില കൈകളൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും മോളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നുവെച്ചൊന്ന് പറ, പെറ്റീഷൻ പിൻവലിക്കാനായിട്ട് പറ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു. അപ്പോൾ അതൊക്കെ നമുക്ക് പിൻവലിപ്പിക്കാം, മോളിപ്പോൾ ഇങ്ങനെ ടെൻഷൻ ആവരുത്, അതാ ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അയ്യപ്പേട്ടനും മനസ്സിലായി എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. എന്നിട്ട് പിന്നെ ഗീതുവിനോട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗീതു അതൊന്നും കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. കാരണം തലനേരം നിന്നിട്ട് വേണ്ടേ ഒരാൾ പറയുന്ന കാര്യം കേൾക്കാനായിട്ട്. ഗീതു അങ്ങനെ ആകെ പെട്ടിരിക്കുന്നു. അപ്പോൾ ഗീതു ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഗോവിന്ദിനെ വിജയലക്ഷ്മിക്ക് അരികിൽ നിന്നും വിളിച്ചുകൊണ്ട് അജാസു വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും പിടിച്ച് വലിച്ചൊക്കെ വേണം കൊണ്ടുവരാനായിട്ട്. കാരണം തലക്കിറങ്ങിയാണ് നമ്മുടെ ഗോവിന്ദൻ കയറി വരുന്നത്. ഗോവിന്ദനെ കണ്ടപ്പോഴേക്കും ഗീതു ഓടിച്ചെന്നിട്ട് ഗോവിന്ദേട്ടൻ എന്നോട് ക്ഷമിക്കണം, ഗോവിന്ദേട്ടൻ എന്നോട് മാപ്പ് തരണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരച്ചിൽ തുടങ്ങി. അപ്പോഴേക്കും ഗോവിന്ദ് ഗീതുവിൻ്റെ അരികിലേക്ക് ചെന്നു. ഇതൊക്കെ കണ്ട അജാസ് അപ്പോഴേക്കും രാധിക ടെറസിൻ്റെ മേളിൽ വന്നു. ടെറസിൻ്റെ മേളിൽ നിന്നെല്ലാം കാണുക. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരങ്ങളും കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതേ ഗീതുവിൻ്റെ അരികിൽ സാറ് നിൽക്കേണ്ട, സാറിനോട് ഇങ്ങനെ ചെയ്തവളാണ് അങ്ങനെ ചെയ്തവളാണെന്നൊക്കെ പറഞ്ഞ് അജാസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം താൻ എന്തൊരു മനുഷ്യനാടോ, ഒരു പെൺകുട്ടി വന്ന് എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമയാചിച്ചാൽ ആ പെൺകുട്ടിക്ക് ക്ഷമ കൊടുക്കാതിരിക്കാനും മാത്രം ക്രൂരനാണോടോ ഞാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ കൊയാന്നിങ്ങനെ നാവ് കുഴഞ്ഞുകൊണ്ടിരിക്കുക സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവമേ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ളൊരു പേടിയിൽ രാധിക അമ്മ മുകളിൽ നിൽക്കുന്നു. ഈ സമയത്ത് അജാസ് സാർ ഇനി ഗീതുവിനോട് സംസാരിക്കണ്ടേ, സാർ വാ, സാറിനെ ഞാൻ റൂമിലാക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗോവിന്ദിനെ തട്ടിത്തെറിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും വേണ്ട, ഞാൻ ഗീതുവിൻ്റെ കൂടെ പൊയ്ക്കോളാം, എനിക്ക് ഗീതുവിനോട് കുറേ സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദു ഇങ്ങനെ പറഞ്ഞു. എന്തായാലും രാധികയുടെ പ്ലാനെല്ലാം പൊളിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും സ്വബോധത്തിലല്ലെങ്കിലും രണ്ടുപേരുടെയും ആ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നേരം വെളുത്ത് കഴിയുമ്പോൾ ഇതൊക്കെ അറിയോ ഇല്ലയോ അതൊന്നും ഉള്ളതല്ല. ഇപ്പോൾ രണ്ടുപേരും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള ശ്രമത്തിലാണ്. അത് തടയാനായിട്ടാണ് ഈ ശത്രുക്കൾ അപ്പുറവും ഇപ്പുറവും മുൻപും പിറകും ഒക്കെ നിന്നിങ്ങനെ തടയുന്നത്. പക്ഷേ ആ ഒരു പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവർ രണ്ടുപേരും ഇവരുടേതായ ഒരു ലോകത്തേക്ക് ചേക്കേറാനായിട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു പോക്കിൽ ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും കുറേശ്ശെയൊക്കെ ആയിട്ട് അവിടെ നിന്ന് മാറി മാറി വരികയും അതുപോലെ തന്നെ ഗോവിന്ദന് ഗീതുവിനോടുള്ള ഇഷ്ടം അത് കൂടി വരികയും ചെയ്യും. പക്ഷേ ഇവർ രണ്ടുപേരും ആ ഒരു സ്നേഹത്തിൽ ഇങ്ങനെ എന്താ പറയുന്നത് അടുത്തിടപഴകി കഴിയുമ്പോഴേക്കും രാധിക ആ പേപ്പർ വെച്ചുള്ള കളികൾ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.